നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഇന്ന് ആദ്യം തന്നെ അമ്മൂമ്മൻ്റെ വീട്ടിലൊന്ന് കയറാം. നമ്മുടെ റൂമിൽ നമ്മുടെ ടോയ്സൊക്കെ അമ്മൂമ്മ അവിടെ തന്നെ വെച്ചിട്ടുണ്ടോ അതോ എടുത്ത് ആർക്കെങ്കിലും കൊടുത്തോ നോക്കണ്ടേ. കുറേ ദിവസമായി ഇവിടെ കയറിയിട്ട്. നോക്കട്ടെ, എന്തെങ്കിലും എൻ്റെ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് എന്തെങ്കിലും വന്നോ? ഒന്നും കൊടുത്തില്ല. ഓക്കെ, അതിൻ്റെ ഒരു ഗിഫ്റ്റ് ഉണ്ട്. കണ്ടപ്പോൾ നമ്മൾ കയറിയില്ലായിരുന്നെങ്കിൽ അത് മിസ്സായേനെ. വീട്ടിൽ കയറിയതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അമ്മൂമ്മേൻ്റെ റൂമിലെ കബോർഡിൽ കയറിയിട്ട് എനിക്ക് എന്തെങ്കിലും ഡ്രസ്സ് എന്തെങ്കിലും ഇടണമായിരുന്നു. കുറേ ദിവസമായി ഡ്രസ്സില്ലാതെ നടക്കുന്നു. നോക്കട്ടെ എന്തെങ്കിലും ഡ്രസ്സ് ഉണ്ടോയെന്ന്. ഓക്കെ, ഹാറ്റ്സിൽ 2 ഹാറ്റ് ഉണ്ട്. ഒരു റേസർ ഹാറ്റും ഒരു ജെല്ലി ഹാറ്റും. രണ്ടും ഒരു സുഖമില്ല. ടോപ്സ് നോക്കട്ടെ. ടോപ്പിലും റേസർ ടോപ്പ് ഉണ്ട്, ജെല്ലി ടോപ്പ് ഉണ്ട്. ജെല്ലി ടോപ്പിൻ്റെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. റേസർ ടോപ്പ് കൊള്ളാം. പാൻറ് റേസർ പാൻസ് ഉണ്ട്. അപ്പം റേസർ ടോപ്പും റേസർ പാൻസും ഒരു മാച്ചിങ് സെറ്റായി. ഹാറ്റും കൂടെ ഇട്ടാൽ കുറച്ച് ഓവറല്ലേ. നമ്മളൊരു റേസറൊന്നും അല്ലല്ലോ. ആ ടോപ്പും പാൻറ്റും ഇട്ട് നമുക്ക് ഇന്നത്തെ തെണ്ടലിന് ഇറങ്ങാം. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഔട്ട് ഓഫ് ദ ഹോം നൗ. അമ്മമ്മ വീണ്ടും എന്നെ വഴക്ക് പറയുന്നതിന് മുന്നേ. വാവ്, അതൊരു പെറ്റിൻ്റെ ബെഡല്ലേ. എനിക്ക് പുതിയ വീട് വാങ്ങിച്ചിട്ട് വേണം പെറ്റ്സിനെ വാങ്ങിക്കാൻ. ഞാനൊരു കിടിലം വീട്, വലിയൊരു ബംഗ്ലാവ് വാങ്ങിക്കും. കുറേ ജോലി ചെയ്ത് കുറേ പൈസ ഉണ്ടാക്കിയിട്ട് വലിയൊരു ബംഗ്ലാവ് വാങ്ങിക്കും. അതിൽ ഞാൻ ഡോഗിനെ വെക്കും, ക്യാറ്റിനെ വെക്കും, പിന്നെ ഏതൊക്കെ പെറ്റ്സിനെ വാങ്ങിക്കാൻ പറ്റുമോ എല്ലാ പെറ്റ്സിനെയും ഞാൻ വാങ്ങിക്കും. അപ്പം ഇന്നത്തെ ജോലി നമുക്ക് തരാൻ തുടങ്ങാം. നമ്മുടെ ഐലൻഡിൽ കുറേ ടൈപ്പ് ജോലിയുണ്ട്. ഇന്ന് ഏത് ജോലിയിൽ നമ്മൾ എത്തിപ്പെടുന്നത് ഒരു സർപ്രൈസ് ആയിരിക്കും. ആദ്യം ജോലി തപ്പുന്നതിന് മുന്നേ ആദ്യം നമുക്കൊരു വണ്ടി തപ്പാം. വണ്ടിയിൽ ഇരുന്നിട്ട് നമുക്ക് ജോലി തപ്പാൻ പോവാം. ഇങ്ങനെ നടന്നു പോയാൽ എവിടെ എത്തില്ല. നമ്മുടെ ഐലൻഡ് ഭയങ്കര വലുതാണ്. ഇതൊരു ഗിഫ്റ്റ് കിട്ടി. അതിൽ പൈസയാണോ ക്ലോത്ത്സ് ആണോ? പൈസ കിട്ടി. നമ്മുടെ കയ്യിൽ ഇപ്പം ടോട്ടൽ $290 ഉണ്ട്. That's a good amount of money. ഇനി നമുക്ക് നമ്മുടെ ജോലി തപ്പിപ്പോവാം. നമ്മൾ ഇതുവരെ എന്തൊക്കെ ജോബ് ചെയ്ത്, പിസ്സ ഡെലിവറി ചെയ്ത്, ബർഗർ ഉണ്ടാക്കി നോക്കി, ന്യൂസ് പേപ്പർ കൊടുത്ത് നോക്കി, ഫയർ ഫൈറ്റ് ചെയ്ത്, ഇതെല്ലാം നമ്മൾ ഫെയിൽഡ് ആയിരുന്നു. എല്ലാം നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ട്രൈ ചെയ്ത് നോക്കണം. പക്ഷെ അതിന് മുന്നേ നമുക്കിന്ന് പുതിയ ജോബ് എടുക്കാൻ നോക്കാം. പിന്നെ എൻ്റെ ഡ്രൈവിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യണം. എൻ്റെ ഡ്രൈവിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്താൽ തന്നെ കുറേ ജോലി സക്സസ്ഫുൾ ആവും. കണ്ട, നേരെ നോക്കി ഓടിച്ചാൽ ഈ പ്രശ്നം ഒന്നും ഉണ്ടാകത്തില്ല. ഈ വണ്ടിക്കൊട്ടും ബാലൻസ് ഇല്ല. അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. നേരെ നിന്നൂടാ. റോഡിലൊന്നും പിന്നെ വലിയ തിരക്കില്ലാത്തതുകൊണ്ട് വേറെ ആൾക്കാരെയൊന്നും ഇടിക്കുന്നില്ല. ഇല്ലെങ്കിൽ അതൊരു പ്രശ്നമായേനെ. Wow, that was a good turn. ഇന്നലെ നമ്മൾ വന്ന അമ്യൂസ്മെന്റ് പാർക്ക് അല്ലേ ഇത്? നമുക്ക് വേറൊരു ദിവസം സമയം ഉണ്ടെങ്കിൽ, ഇന്നലെ നമ്മൾ വാട്ടർ റൈഡ്സിൽ കയറിയില്ലല്ലോ. വേറൊരു ദിവസം സമയം ഉണ്ടെങ്കിൽ നമുക്ക് വാട്ടർ റൈഡ്സിലും കൂടി കയറായിരുന്നു. ഇവിടെ ഇത് ഓക്കെ ലെറ്റ്സ് സീ. പെട്രോൾ പമ്പിൽ ജോലി കിട്ടുമോ എന്തോ അറിയത്തില്ല. നമുക്ക് നോക്കാം. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളോട് ഞാൻ പറയൂ. ഉദ്ദേശിക്കുന്ന സ്ഥലം എത്തി ഗൈസ്. ഉള്ളിൽ കയറി നോക്കാം. നിങ്ങൾക്ക് ഉള്ളിൽ കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്ത് സ്ഥലമാണെന്ന്. ഔട്ട്സൈഡ് കാണുമ്പോൾ തന്നെ നിനക്ക് മനസ്സിലാവോ? നോക്ക്. ഇതാ ഔട്ട്സൈഡ് റെഡ് കളറുണ്ട്, വൈറ്റ് കളറുണ്ട്. ഫ്രണ്ടിൽ 2 ആംബുലൻസ് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഹോസ്പിറ്റൽ ജോബാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഹോസ്പിറ്റലിൽ ഏത് ടൈപ്പ് ജോബാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 2 ടൈപ്പ് ജോബ്സ് കാണാം. 2-3 ടൈപ്പ് ജോബ്സ് ഉണ്ടാവും ഹോസ്പിറ്റലിൽ. ഹായ് ദേർ. ഓക്കെ, എന്താ പറയുന്നത് നോക്കാം. ആംബുലൻസ് ഡ്രൈവേഴ്സ്, എമർജൻസി റെസ്പോൺസ് ആയിരുന്നു. Take ambulance and find the patient, load the patient, take the patient to hospital. Okay, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ. 5.5 മിനിറ്റ് ഉണ്ട്. നമ്മൾ ഡിസ്റ്റൻസ് അധികം ദൂരെ ഇല്ലെങ്കിൽ നമുക്ക് ഈ മിഷൻ സക്സസ് ആവാം. ഓക്കെ, ലെറ്റ്സ് സീ. ആദ്യം തന്നെ നമുക്കൊരു ആംബുലൻസിൽ കയറാം. നമ്മുടെ ലൊക്കേഷൻ മാപ്പിൽ കണ്ടിട്ട് കുറച്ച് ദൂരമുള്ള പോലെ തോന്നുന്നു. ദൂരെയുള്ള
ആപ്ലിക്കേഷൻ ഞാൻ ഇതുവരെ ഒന്നും പാസ്സായിട്ടില്ല. സോ ലെറ്റ്സ് സീ ഇന്ന് എന്ത് സംഭവിക്കാൻ പോകുന്നതെന്ന്. ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന ജോലിയാണ് ഈ ആംബുലൻസ് ഡ്രൈവർ, ഫയർ ഫൈറ്റർ ജോബ് ഒക്കെ. പക്ഷെ ഈ ഫയർ ഫൈറ്റർ ജോബ്സിൽ ഞാൻ വല്ലാതെ ഫെയിലായി. അതേപോലെ ആംബുലൻസിൽ ഫെയിൽ ആവരുത് എന്നേ ഉള്ളൂ എൻ്റെ പ്രാർത്ഥന. നമ്മുടെ റെഡ് പാലെത്തി. നമ്മള് സൈഡില് ട്രെയിനിന്റെ ട്രാക്സ് കാണാം. നമ്മള് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ആകെ 4 മിനിറ്റ്സും കൂടിയേ ബാക്കിയുള്ളൂ. ഈ 4 മിനിറ്റ്സിൽ നമ്മള് എത്തില്ല ഇങ്ങനെയാണെങ്കിൽ. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ ദ ജേർണി. പക്ഷെ എനിക്ക് തോന്നുന്ന മാപ്പ് കണ്ടിട്ട് ഇറ്റ് ലുക്സ് ലൈക്ക് ഭയങ്കര ദൂരെയുള്ളത് പോലെ തോന്നുന്നുണ്ട്. ദൂരെയാണോ അടുത്താണോ ഒരു ഐഡിയ ഇല്ല. അവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്തായാലും നമ്മൾ നല്ലോണം വണ്ടി പോകുന്നുണ്ട് ഇപ്പൊ എവിടെ ഇടിക്കാതെ. ഓ, എന്റെ സ്പീഡിലെ പോക്ക് കാരണം എവിടെയെങ്കിലൊക്കെ ഇടിക്കുന്ന എനിക്ക് തോന്നുന്നു. ഓ മൈ ഗാഡ്, നമ്മുടെ പേഷ്യന്റ് വെള്ളത്തിന്റെ അപ്പുറത്താണെന്ന് തോന്നുന്നു ഗൈസ്. എന്ത് ചെയ്യും? ആംബുലൻസ് അവിടെ പാർക്ക് ചെയ്തിട്ട് ബോട്ട് എടുത്ത് പോയി ബോട്ടില് വരണം എന്ന് തോന്നുന്നു എനിക്ക്. ഈ റെയിൽവേ ട്രാക്കിൽ നിന്ന് ഇറങ്ങട്ടെ, വേറെ വഴിയില്ല. ആംബുലൻസ് വെള്ളത്തിന്റെ അടുത്ത് പാർക്ക് ചെയ്തിട്ട് ഒരു ബോട്ട് എടുത്ത് അങ്ങോട്ടേക്ക് പോകണം. എന്നിട്ട് തിരിച്ച് പേഷ്യന്റിനെ ബോട്ടിലാക്കി ഇങ്ങോട്ടേക്ക് വരണം. ഓക്കെ, ലെറ്റ്സ് സീ. ഇനി നമുക്ക് 2.5 മിനിറ്റ്സും കൂടിയേ ഉള്ളൂ. എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെ അവർക്ക് പേഷ്യന്റിനെ അവിടെ വെക്കാൻ തോന്നിയെന്ന്. ഞാൻ ഒന്നിനൊന്ന് കൺഫേം ചെയ്തത് ആ പേഷ്യന്റ് അപ്പുറത്താണോ അതോ ഇവിടെയാണോ എന്ന്. സോ ഇറ്റ്സ് കൺഫേംഡ്, പേഷ്യന്റ് അപ്പുറത്തെ സൈഡിൽ തന്നെയാ. ഓടിപ്പോയി ഷിപ്പ്. 2 more മിനിറ്റ്സും കൂടിയേ ഉള്ളൂ. ഇത് നമ്മൾ പേഷ്യന്റിനെ അവിടെ പോയി എടുത്ത് തിരിച്ച് ഷിപ്പിൽ തിരിച്ച് വന്ന് ഇവിടെ നമ്മൾ ഹോസ്പിറ്റലിൽ 2 മിനിറ്റിനുള്ളിൽ നമ്മൾ ഒരിക്കലും എത്തത്തില്ല. നമ്മളത് ഫെയിലാവും. എന്നാൽ നമുക്ക് പേഷ്യന്റിനെ ഒന്ന് കാണാൻ പോവാം. എന്തിനാണ് അവർ വെള്ളത്തിന്റെ അപ്പുറത്ത് പേഷ്യന്റിന് വയ്യാതായത്? അതാ എനിക്ക് മനസ്സിലാവാത്ത. അവിടെ ഒരു യെല്ലോ മാർക്ക് കാണുന്നില്ലേ? അവിടെയാണ് നമ്മുടെ പേഷ്യന്റ് ഉള്ളത്. ബോട്ട് ഡ്രൈവിംഗ് ഭയങ്കര പാടുള്ള ഒരു ജോലിയാ. ഒട്ടും എളുപ്പമില്ല ബോട്ട് ഡ്രൈവ് ചെയ്യാൻ. എത്ര വളച്ചാലും തിരിച്ചാലും പോവില്ല അത് നേരെ. എത്ര ആക്സിലേറ്റർ ചവിട്ടിയാലും നേരെ പോവില്ല. അതും വെള്ളത്തിന്റെ വേവ് ഭയങ്കര വലുതാണെങ്കിൽ ബോട്ട് ഓടിക്കുന്നതിനെ പറ്റി ആലോചിക്കുക തന്നെ വേണ്ട. പിന്നെ നമ്മൾ എത്താറായി ലൊക്കേഷനിൽ. പക്ഷെ നമുക്കിനി 1 മിനിറ്റും കൂടിയേ ബാക്കിയുള്ളൂ. ഈ 1 മിനിറ്റിൽ നമ്മൾ ഈ പേഷ്യനെ രക്ഷിക്കത്തില്ല. നമ്മൾ കാരണം ഒരാൾ മരിക്കാൻ പോവുകയാണ് ഗൈസ്. നമ്മൾ ഏകദേശം ബീച്ചിന്റെ അവിടെ എത്തി. ഈ ഷിപ്പ് പാർക്ക് ചെയ്തിട്ട് ഇറങ്ങണം. 40 more seconds. പേഷ്യന്റിനെ ഒന്ന് കാണാൻ പറ്റിയത് എനിക്ക് സന്തോഷമുണ്ടായിരുന്നു. അടുത്ത ഞാൻ പാർക്ക് ചെയ്ത സ്ഥലം ശരിയായില്ല. അവിടെ ചാടിയ വെള്ളത്തിൽ വീണ് മുങ്ങത്തില്ലേ? ഡബിൾ ജമ്പ് ചെയ്തതുകൊണ്ട് മാത്രം നമുക്ക് ഇയാളെ സ്ട്രെച്ചറിൽ കയറ്റി കിടത്തിയത്. 10 more seconds ഉള്ളു. 9, 8, 7, 6, 5, 4, 3, 2, 1, 0. അങ്ങനെ നമ്മൾ ഒരാളെ കൊന്നിരിക്കുന്നു ഗൈസ്. ഇയാളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. നാളെയെങ്കിലും ഞാനൊരു ജോബ് പാസ്സായാൽ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യമെങ്കിലും. ഇപ്പം പൈസയും കിട്ടിയില്ല, സമയവും പോയി. എന്നാലും ഫണ്ണായിരുന്നല്ലേ? It was a fun game today. നാളെ നീ ഏത് ജോബ് എടുത്താലും I will succeed. അതൊരു പ്രോമിസാ. And you guys have to come and watch it. ഇനി നാളെ കണ്ടാലോ? നാളെ ഈ സമയം നിങ്ങൾ വരണം. ബൈ.